എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ചെറിയൊരു ഈവനിങ് വ്ലോഗാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആയപ്പം കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് പുറത്തു പോവുകയാണ്. അങ്ങനെ വലിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ആദ്യം നമുക്ക് കണ്ണാടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്ന് പോകണം. കണ്ണാടിയല്ല, നമ്മുടെ കണ്ണടയുടെ ഫ്രെയിം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആ കണ്ണട ഷോപ്പുണ്ട്, അവിടെ പോയി അവിടുന്ന് ഞങ്ങൾ ഫ്രെയിമൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ പോയത് അത് കൊണ്ടു കൊടുക്കാൻ, അത് നമ്മൾ കണ്ണട ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നല്ലൊരു ഹോസ്പിറ്റലുണ്ട്, ഐക്കൺ ഐ കെയർ എന്ന് പറഞ്ഞ്, കണ്ണിൻ്റെ നല്ല ഡോക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ അടുക്കലാണ് ശ്രീഹരി കണ്ണ് ചെക്ക് ചെയ്യുന്നതുമൊക്കെ. അപ്പം അവിടെ പോയി അവിടെ നിന്ന് ശരിയാക്കിയാൽ നല്ല ഫസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ടത് കിട്ടും. അല്ലെങ്കിൽ കുറേ പ്രാവശ്യം അതിൻ്റെ ആക്സസും ഒക്കെ തെറ്റിച്ചിട്ടായിരിക്കും ഈ കടക്കാർ കണ്ണട തരുന്നത്. അപ്പം അവിടെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കോഫി ബോർഡ് ലേഔട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് ഈ ഹോസ്പിറ്റലുള്ളത്. അപ്പോൾ അവിടെ പോയി ഞങ്ങളത് കൊടുത്തു. അത് ഇച്ചിരി നല്ല തിരക്കുള്ള സമയമാണ്. അവിടെ ഒരു പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ, ഭയങ്കര തിരക്കാണ്. ഒത്തിരി പിള്ളേരൊക്കെ വന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ മുകളിൽ നോക്കിയപ്പോൾ അവിടെ പഴുത്ത ചക്കയാണ്, ചക്ക വിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്കെന്തോ അപ്പം വാങ്ങിക്കാൻ തോന്നിയില്ല. ഇവിടെ പഴുത്ത ചക്ക ഇഷ്ടം പോലെ കിട്ടും, മുക്കിന് വെച്ച് വിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ണടയൊക്കെ കൊടുത്തു. അപ്പോൾ അവിടെ അങ്ങ് ഭയങ്കര തിരക്കാണ് ആ ഒരു ഭാഗം. എനിക്കങ്ങനെ അത്രയും തിരക്കാമെന്ന് എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവിടെ കരിമ്പൻ ജ്യൂസ്, നാളികേരം കരിക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കണ്ടു ഇഷ്ടം പോലെ പിള്ളേരും കളിക്കാൻ വന്ന് ഭയങ്കര തിരക്കാണ് എപ്പോഴും. ഞങ്ങൾ സ്ഥിരമായിട്ട് നടക്കാൻ പോകുന്ന പാർക്കിൽ അത്രയും തിരക്കില്ല, ഒരു മീഡിയം രീതിയിലുള്ള തിരക്കൊക്കെ വരത്തുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് കുറച്ച് പച്ചക്കറി വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പം അവിടെ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങി പോയി അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് ഞാൻ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിന്നർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഡിന്നറിന് ഇന്ന് ചപ്പാത്തിയാണ്. അപ്പം ഇച്ചിരി ഒന്ന് ലേറ്റായി. ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നങ്ങ് വർത്താനം പറഞ്ഞു. അപ്പം ഇച്ചിരി ഒന്ന് ലേറ്റായി. അപ്പം വേഗം ഞാൻ വിചാരിച്ചു കുറച്ച് ചിക്കൻ ഇങ്ങനെ ഒരു തോരൻ പോലെ ഞാൻ ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അല്ല, ഉടനെ തന്നെ ഷോർട്സിൽ പോസ്റ്റ് ചെയ്യാം. അപ്പം അത് ശകലം ഇരിപ്പുണ്ട്. അപ്പം ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും, പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ, അത് മൊത്തത്തിൽ 2 പേർക്കും കൂടെ തികയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് എഗ്ഗിൻ്റെ എന്തെങ്കിലും ഒരു റെസിപ്പിയും കൂടെ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചു. ഇനി നമുക്ക് മുട്ട കൊണ്ട് നമുക്ക് എളുപ്പമെന്നൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം. ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റി, എന്നാൽ വലിയ പണിപ്പാടൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഇതാണ് ആ ചിക്കൻ തോരൻ. അപ്പോൾ അത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയതാണ് സംഭവം. ചപ്പാത്തിയുടെ കൂടെ ആ ചിക്കൻ തോരൻ അത്രയ്ക്ക് അങ്ങോട്ടൊരു സുഖമില്ല, കാരണം അത് കുറേ ഡ്രൈ അല്ലേ, നല്ല ഡ്രൈ ആണ്. ചോറിൻ്റെ കൂടെ അത് നല്ല കോമ്പിനേഷൻ, അതും പുളിശ്ശേരിയും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു തോരനോ മെഴുക്കുവരട്ടിയോ എല്ലാം ആണെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം ഞാൻ ആ മുട്ട ചിക്കിയത്, എന്നാൽ ഇതിന് പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. ഒരു സബോള അരിഞ്ഞെടുക്കുക, പിന്നെ എരിവിന് പച്ചമുളകാണ്. ഞാൻ ഒരു പൊടികളും, അത് ഒരു നിറത്തിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കത്തുള്ളൂ, അല്ലാതെ ഞാൻ ഒരു പൊടികൾ ഇതിൽ ചേർക്കത്തില്ല. സബോള അരിഞ്ഞ് വെക്കുക, പച്ചമുളക് അരിഞ്ഞ് വെക്കുക, ഒരു തക്കാളി അരിഞ്ഞ് വെക്കുക. തക്കാളി വേണം, തക്കാളി ഉണ്ടെങ്കിൽ ഇതിന് ഒരു കുഴഞ്ഞ ഒരു ഫീൽ വരത്തുള്ളൂ. അപ്പോൾ ഒരു തക്കാളി അരിഞ്ഞ് വെക്കുക, പിന്നെ കറിവേപ്പില, അത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് വേണമെങ്കിൽ ഒന്ന് കടുക് വറുക്കുക. ഞാൻ ശകലം കടുക് വറുക്കും. അപ്പോൾ കടുക് വറുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് കടുക്, മുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് ഒന്ന് കടുക് വറുത്തെടുത്തിട്ട് ഈ സബോള ഇട്ടൊന്ന് വഴറ്റുക. മുട്ട ചിക്കി പൊരിച്ചത് തന്നെ, പക്ഷേ മുട്ട ചിക്കി പൊരിക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മളിങ്ങനെ ഡ്രൈ ആക്കി എടുക്കത്തില്ലേ, അത്രയൊന്നും ഡ്രൈ ആവണ്ട. ഇതൊരു കുഴഞ്ഞിരിക്കണം. അതുപോലെ സബോളയും തക്കാളിയും ഏകദേശം ഈക്വൽ ക്വാണ്ടിറ്റി തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലേ തക്കാളി ഉണ്ടെങ്കിൽ ഇതിന് ഒരു കുഴഞ്ഞ ഫീൽ കിട്ടത്തുള്ളൂ. കുഴഞ്ഞ ഫീൽ വരുമ്പോഴേ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ കൂട്ടാനൊരു സുഖം ഉണ്ടാകത്തുള്ളൂ. ഒത്തിരി ഡ്രൈ ആയി കഴിഞ്ഞാൽ അങ്ങ് ചപ്പാത്തിയുടെ കൂടെ കൂട്ടാനൊരു സുഖമില്ലല്ലോ.
അപ്പം ഞാൻ എണ്ണ ചൂടായി കടുക് വറുത്തതിന് ശേഷം സബോളയും പച്ചമുളകും പിന്നെ നമ്മുടെ ഉപ്പും കൂടെ ചേർത്ത് വഴറ്റാൻ വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കത്തുള്ളൂ. നിങ്ങൾക്ക് മല്ലിപ്പൊടി ഒന്നും ചേർത്താൽ ഇതിനൊരു ടേസ്റ്റ്, ഇതിന് ഒന്നും ചേർക്കാതിരിക്കുന്ന അതിൻ്റെ ടേസ്റ്റ്. വേണമെങ്കിൽ കുരുമുളക് ചേർത്താൽ നല്ലതാണ്. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഒരു എരിവ് എനിക്ക് ഇഷ്ടപ്പെടും. അല്ലാതെ മുളക് പൊടി ചേർക്കണമെന്ന് വേണമെങ്കിൽ ചേർക്കാം. ചിലർക്കിപ്പം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. ഇപ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ലല്ലോ. അപ്പം വേണമെങ്കിൽ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് അത് മാറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തു. എന്നിട്ട് ഈ തക്കാളിയും കൂടെ ചേർത്ത് തക്കാളി ഒന്ന് വെന്ത് കുഴഞ്ഞു വരണം. ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് വേവിക്കുക. വേവിച്ചതിന് ശേഷം നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ചപ്പാത്തി ഏകദേശമൊക്കെ ചുട്ട് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഈ തക്കാളി ഇങ്ങനെ ഒരു വെന്ത പരുവത്തിലെത്തി കഴിയുമ്പോഴാണ് നമ്മുടെ മുട്ട ചേർക്കേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ ആയി കഴിയുമ്പോൾ ഞാനിപ്പോൾ 2 മുട്ടയാണ് ചേർത്തിരിക്കുന്നത്. 2 or 3 മുട്ട വേണമെങ്കിൽ ചേർക്കാം. അപ്പം ചേർത്ത് ആദ്യം ഉടനെ ഇത് കയറി ഇളക്കല്ല, ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റി എടുത്തതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക. അത് അതിൻ്റെ അടിവശം ഒന്ന് വേകണം. ആ വെള്ള ഭാഗം, മഞ്ഞ വേകേണ്ട കാര്യമില്ല. മഞ്ഞ അങ്ങനെ എളുപ്പം വേഗത്തുമില്ലല്ലോ. ആ വെള്ള ഭാഗം ഒന്ന് വേകണം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതങ്ങ് ഡ്രൈ ആക്കല്ല. ഇതൊത്തിരി അങ്ങ് ഡ്രൈ ആക്കാതെ എടുക്കുമ്പോഴാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കൂട്ടാനൊരു സുഖമുള്ളൂ. ഇങ്ങനെ ഡ്രൈ ആക്കി കഴിയുമ്പോഴത്തേനും അതങ്ങ് മുട്ട ചിക്കി പൊരിച്ചതുപോലെ ആകത്തില്ലേ. അപ്പോൾ അങ്ങനെ വേണ്ട, ഒന്ന് കുഴഞ്ഞിരിക്കണം. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കൂട്ടാനൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ്ങും ഒരു ഡിന്നറും ഒക്കെ ഇതൊക്കെയായിരുന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.